നിങ്ങളുടെ കൂട്ടത്തിൽ മരിക്കാൻ കിടക്കുന്നവർക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം. കാരണം മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ഒരാളുടെ അവസാനത്തെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ തീർച്ചയായും ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ദിക്റുകളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക. എപ്പോഴും പതിവാക്കുന്ന ആളുകൾക്ക് അത്തരം സന്ദർഭത്തിൽ അത് ഓർത്തെടുക്കുവാനും ചൊല്ലാനും സാധിക്കും. ഉലമാക്കൾ പറഞ്ഞതുപോലെ തൗഹീദിൻ്റെ മഹത്വമാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ദിക്ർ കേവലം നാവുകൊണ്ട് അർത്ഥമറിയാതെ പറയുന്നതിനേക്കാൾ തൗബയുടെ മനസ്സോടുകൂടി ചൊല്ലുകയാണെങ്കിൽ അവർക്കുള്ളതാകുന്നു, അവരെ നരകം സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞത്. കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനപ്പുറത്ത് തൗബയുള്ള ഒരു മനസ്സോടു കൂടിയാണ് അവർ ചൊല്ലുന്നതെങ്കിൽ അവരുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്നാണ്.